അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബു തൗഹീദ് അതിൻ്റെ ഷറഹ് സഹിതം, അതായത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഷറഹ് സഹിതമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദർസ് 18. അപ്പോൾ ഇവിടെ നമ്മൾ കിതാബിലെ ടെക്സ്റ്റ്, അതായത് കിതാബു തൗഹീദിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പറയണം. ഞാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിറകിൽ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ എന്നോട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. ഓ മുആദ്, നിനക്കറിയാമോ ഇബാദുകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ഹഖ്, റൈറ്റ്, അവകാശം എന്താണ് എന്ന്. അപ്പോൾ വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ ഇബാദിന് അള്ളാഹുവിൻ്റെ മേലുള്ള ഹഖ് എന്താണ് എന്ന്. അപ്പോൾ അദ്ദേഹം അള്ളാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും റസൂലിനും കൂടുതൽ അറിയാം എന്ന് മറുപടി പറഞ്ഞു എന്നാണ്. ഇതിൽ ഹഖുല്ലാഹി അലൽ ഇബാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിന് അവൻ്റെ അടിമകൾക്ക് മേലുള്ള ഹഖ്, അവകാശം എന്നത് ഐ അബുദുഹു, അവനെ അവർ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണമെന്നാണ്. വല യുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നും, അവനെ ഇബാദത്ത് ചെയ്യാന്ന് മാത്രമല്ല അവനിൽ ഷിർക്ക് ചെയ്യുകയും ചെയ്യരുത്, പങ്കാളികളെ കൽപ്പിക്കരുത് എന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വിശദീകരണമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യോത്തര രൂപത്തിലാണ് സംസാരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ പ്രിപ്പയർഡ് ആക്കുകയാണ് മനസ്സിനെ ഈ ആൻസർ സ്വീകരിക്കാൻ. അതല്ലാതെ ഒരു ഡിക്ലറേഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറയുക അല്ല. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതിൽ. ഇനി പറയുന്ന ഷറഹിൽ പറയാണ്, ഫലമ്മാ തഹയ്യ മുആദുൻ ലിൽ ജവാബി വതനബ്ബഹ വതതല്ല. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ആൻസറിന്, ഉത്തരത്തിന്, എന്താണ് അള്ളാഹുവിന് അവൻ്റെ ഇബാദ്, അവൻ്റെ അടിമകൾക്ക് മേലുള്ള റൈറ്റ്, ഹഖ് എന്ന്, അവകാശം എന്ന് ചോദ്യത്തിനുള്ള മറുപടി കിട്ടാൻ വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സർവ്വസന്നദ്ധനായിരിക്കുന്ന സമയത്ത്, മനസ്സതിന് പാകപ്പെട്ടല്ലോ ആ സമയത്ത്, അൽഖാ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജവാബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജവാബ് കൊടുക്കണം, ഉത്തരം കൊടുക്കുകയാണ്. ഫഖാൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അള്ളാഹുവിന് അവൻ്റെ ദാസന്മാർക്ക് മേലുള്ള ഹഖ് എന്നത് ഐ യഅ്ബുദൂഹു, അവർ ദാസന്മാർ അവനെ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം എന്നതാണ്. വല യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നും ഷിർക്ക് ചെയ്യരുത്, ഒന്നിനെയും പങ്കുകാരം കൽപ്പിക്കരുത് എന്നതുമാണ്. ഹാദാ ഹുവ ഹഖ്ഖുല്ലാഹി സുബ്ഹാനഹു വ തആല അലാ ഇബാദിഹി, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ദാസന്മാർക്ക് മേലുള്ള ഹഖ്. മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, ആ ദാസന്മാർ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ ദാസന്മാരും. കമാ ഫിൽ ആയത്തിൽ ലത്തി ഫീ മത്ലഇൽ ബാബ്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖതു, ഞാൻ പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅ്ബുദൂനി, അവർ എന്നെ ഇബാദത്ത് ചെയ്യാൻ, ആരാധിക്കാൻ അല്ലാതെ. ഹാദാ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ഇതാണ് അല്ലാഹുവിന് ഇബാദിൻ്റെ മേൽ, ദാസന്മാരുടെ മേലുള്ള ഹഖ്. വഹുവ അവ്വലുൽ ഹുഖൂഖി, അത് ഏറ്റവും ആദ്യമായിട്ട് വരുന്ന അവകാശങ്ങളാണ്. വ ആക്കദുൽ ഹുഖൂഖി, അതുപോലെ കൂടുതൽ ശക്തമായിട്ടുള്ള ഹക്കാണ്. ലിഅന്നൽ ഇൻസാന മിന്ന അലൈഹി ഹുഖൂഖുൻ അഅ്ളമുഹ ഹഖ്ഖുല്ലാഹി, അപ്പോൾ മനുഷ്യർക്ക് പല ഹഖൂഖ്, പല ബാധ്യതകൾ അല്ലെങ്കിൽ ഹക്കുകളുണ്ട്. അതിലേറ്റവും മഹത്തായത് അള്ളാഹുവിന് ഉള്ള ഹക്കാണ്. സുമ്മ ഹഖുൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കൾക്കുള്ള ഹക്കാണ്. സുമ്മ ഹഖുൽ അഖാരിബി, പിന്നെ
ബന്ധുക്കൾക്ക് രക്തബന്ധുക്കൾക്കുള്ള ഹക്കാണ്. സുമ്മ ഹക്കുൽ യതാമ, പിന്നെ യതീമുകളോടുള്ള ഹക്കാണ്. വൽ മസാക്കീനി വൽ ജീറാനി വൽ മമാലിക്കി, അതുപോലെ മിസ്കിന്മാർ, അയൽവാസികൾ, അടിമകൾ, ഇവരോടുള്ള ഹക്കാണ്. കമാ ഫി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിലുള്ളതുപോലെ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم. الله سبحانه وتعالى പറയാണ്, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അവരിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ, ഗുണം ചെയ്യണം. വബിദിൽ ഖുർബ, മറ്റാർക്കാ ഗുണം ചെയ്യേണ്ടത് പറയണം. പിന്നെ രക്തബന്ധുക്കൾക്ക്, ബന്ധുക്കൾക്ക്. വൽ യതാമ, യതീമുകൾക്കും. വൽ മസാക്കീനി, മിസ്കീന്മാർക്ക്, സാധുക്കൾക്കും. വൽ ജാരി ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്. അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്ന അർത്ഥത്തിലും, അതേപോലെ ദീനിയായിട്ട് അടുത്ത ബന്ധുക്കൾ എന്ന അർത്ഥത്തിലും ഒക്കെ ആവാം. അതേപോലെ രക്തബന്ധുക്കളായിട്ടുള്ള അയൽവാസികൾ എന്ന്. വൽ ജാരി എന്ന അയൽവാസിയാണ്. വൽ ജാരി ദിൽ ഖുർബ, ബന്ധുത്വം അല്ലെങ്കിൽ അടുത്ത അയൽവാസി. വൽ ജാരിൽ ജുനുബി, അതേപോലെ അകന്ന, വിട്ടു താമസിക്കുന്ന, ദൂരെ താമസിക്കുന്ന അയൽക്കാർ, അകന്ന ബന്ധുക്കൾ, അകന്ന അയൽവാസികൾ. വസ്വാഹിബി ബിൽ ജംബി, അതേപോലെ അടുത്ത് ഉള്ള കൂട്ടുകാരൻ, പാർശ്വത്തിലുള്ള കൂട്ടുകാരൻ. വബിനി സബീലി, യാത്രക്കാരൻ, വഴിയാത്രക്കാരൻ. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തുന്നവർ, അതായത് അടിമകൾ. പണ്ട് അടിമകളുണ്ടായിരുന്നല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊങ്ങച്ചക്കാരെയും അഹങ്കാരികളെയും ഇഷ്ടപ്പെടുന്നതല്ല എന്ന്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞത് ഫഹാദിഹി അശ്റത്തു ഹുഖൂഖിൻ, ഇത് 10 ഹക്കുകളാണ്. ദക്കറഹുല്ലാഹു സുബ്ഹാനഹു ഫീ ഹാദിൽ ആയ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവലുഹാ ഹഖുല്ലാഹി സുബ്ഹാനഹു വ തആല, അതിൽ ഒന്നാമത്തത് എന്നത്, ആദ്യത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹഖാണ്. വകമാ ഫിൽ ആയാതി ഫി സൂറത്തുൽ ഇസ്രാഇൽ ലത്തി ദക്കറല്ലാഹു ഫീഹാ 15 ഹഖ, അതുപോലെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 15 ഹക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവലുഹാ, അതിൽ ഒന്നാമത്തേത് ഹഖുല്ലാഹി ഫീ ഖൗലി തആല വലാ തദ്ഉ മഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഹക്ക് വലാ തദ്ഉ മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, മറ്റാരോടും ദുആ ചെയ്യരുത് എന്ന്. സുമ്മ ജാഅ ബിഹഖിൽ വാലിദൈൻ, പിന്നെ മാതാപിതാക്കളുടെ ഹക്കിനെ സംബന്ധിച്ച് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ച കാണാം. അതായത് മാതാപിതാക്കളോടുള്ള ഗുണം ചെയ്യണമെന്ന കാര്യം ഉണർത്തുകയാണ്. അവർ വാർദ്ധക്യദശയിലാകുമ്പോൾ അവർ രണ്ടുപേരും, അല്ലെങ്കിൽ ഒരാൾ, അവരിൽ ഒരാൾ വാർദ്ധക്യദശയിലെത്തുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. ഇലാ ഖൗലിഹി ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മതി വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ. ഇങ്ങനെ ഇത്രയും ഹക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് കുറേ ആയത്തുകൾ അവസാനിക്കുന്നിടത്ത് പറയാണ് ദാലിക, അതാണ്, മിമ്മാ ഔഹാ ഇലൈക റബ്ബുക, നിന്റെ റബ്ബ് നിന്നിലേക്ക് വഹി നൽകിയത്, മിനൽ ഹിക്മത്തി, വിജ്ഞാനത്തിൽ, ഹിക്മത്തിൽ നിന്ന്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം നീ മറ്റൊരു ഇലാഹിനെ ആക്കരുത് എന്ന്. ഖതമൽ ആയാത്ത് ബിമാ ബദഅഹാ ബിഹി വഹുവ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ വലാ തദ്ഉ മഅല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിനോടൊപ്പം നീ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ദുആ ചെയ്യരുത്, പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് മാത്രം ദുആ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ ഹക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ആയത്തുകൾ അവസാനിപ്പിക്കുന്നിടത്തും പറയുന്നു വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ എന്ന്. വഹുവ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു. അപ്പോൾ അത് ആണ് എന്ത്, അള്ളാഹുവിന് അവൻ്റെ ദാസന്മാർക്ക് മേലുള്ള ഹക്ക്, റൈറ്റ് എന്നത്. അയഅ്ബുദൂഹു, അവനെ അവർ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണമെന്ന്. വലാ യക്ഫി ഹാദാ, ഇത് മതിയാവില്ല, ഇത് പോരാ. അയഅ്ബുദൂഹു, അവനെ ഇബാദത്ത് ചെയ്യാന്ന് മാത്രം പോരാ. ബൽ, എന്നാൽ പക്ഷേ വലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയും ചെയ്യരുത് എന്നതാണ്.
لأن العبادة لا تكون عبادة إلا إذا خلصت من الشرك خلصت من الشرك. അപ്പോൾ ഇബാദത്ത് യഥാർത്ഥ ഇബാദത്ത് ആവണമെങ്കിൽ അത് ഷിർക്കിൽ നിന്ന് മുക്തമായിരിക്കണം. അതായത് അതല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, മറ്റുള്ളവരും ഇബാദത്ത് ചെയ്യുക, അത് ശരിയല്ല. അള്ളാഹുവിനോടും വിളിച്ചു തേടുക, ദുരന്തങ്ങളിൽ വിഷമഘട്ടങ്ങളിൽ ഒക്കെ അള്ളാഹുവിനെ വിളിച്ചു തേടുന്നു. അതോടൊപ്പം ഔലിയാക്കളെ അമ്പിയാക്കളെ ഒക്കെ വിളിച്ചു തേടുന്നു, ബദരീങ്ങളെ വിളിച്ചു തേടുന്നു, മമ്പറത്ത് തങ്ങളെ വിളിച്ചു തേടുന്നു. ഇത് എന്തല്ല, ശരിയായ ഇബാദത്തല്ല. അപ്പോൾ അപ്പോൾ ഷിർക്ക് അതിനോട് കൂടിക്കലരുമ്പോൾ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ആവുകയില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. فمن كان يرجو لقاء ربه ആരൊരുത്തൻ അവൻ്റെ റബ്ബിൻ്റെ തൃക്കാഴ്ച ആഗ്രഹിക്കുന്നുവോ, ഫല്യഅമൽ അവൻ പ്രവർത്തിക്കട്ടെ, എങ്കിൽ അവൻ പ്രവർത്തിക്കട്ടെ, അമലൻ സ്വാലിഹ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ. സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവൻ്റെ റബ്ബിനോടുള്ള ഇബാദത്തിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം ദുആ ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ്. ലിഅന്ന ശിർക യുബ്തിലുൽ ഇബാദത, കാരണം ഷിർക്ക് എന്നത് ഇബാദത്തിനെ പൊളിച്ചു കളയും, അതിനെ ബാത്തിലാക്കും എന്നതാണ്, നിർവീര്യമാക്കും. വയുബ്തിലു സായിറൽ അഅമാലി, അതേപോലെ തന്നെ അത് ഷിർക്ക് മറ്റു സൽക്കർമ്മങ്ങളെയും ബാത്തിലാക്കും, അതിനെ നിഷ്പ്രഭമാക്കും. വലാ യസിഹു മഅഹു അമലുൻ, ഷിർക്കോട് കൂടി ഒരു സൽക്കർമ്മം സ്വഹീഹാകൂല, ശരിയാകൂല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മഹ്മാ കല്ലഫൽ ഇൻസാനു നഫ്സഹു ബിൽ ഇബാദാതി, അയാൾ സ്വന്തമായിട്ട് ഇബാദത്തിനായിട്ട് ഒഴിഞ്ഞു നിർത്തി, അല്ലെങ്കിൽ അതിൽ ആണ്ടുകൊണ്ടാലും ഒന്നും എത്ര ഇബാദത്തിനും കാര്യമില്ല. എന്ത് ഷിർക്കുണ്ടെങ്കിൽ അവനിൽ ഷിർക്കുൽ അക്ബറിൽപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഷിർക്കുൽ അക്ബർ എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരം ഷിർക്ക്, വലിയ ഷിർക്ക്. അപ്പൊ അവന്റെ ഇബാദത്ത് എന്തായി മാറും? ഷിർക്കുണ്ടെങ്കിൽ അവൻ എത്ര സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അതൊക്കെ എന്തായി മാറും? അത് വിതറപ്പെട്ട ധൂളിയായി മാറും, വിതറപ്പെട്ട ധൂളിയായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ ഈ വിഷയം കാണാവുന്നതാണ്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. സൂറത്തുൽ ഫുർഖാൻ 23-ാമത്തെ ആയത്ത്. വഖദിംനാ, നാം മുന്നിടും, ഇലാ മാ അമിലൂ, അവർ ആ മുജ്രിമീങ്ങൾ മുശ്രിക്കീങ്ങൾ ഒക്കെ പ്രവർത്തിച്ചതിലേക്ക്, മിൻ അമലിൻ, അമലിൽ നിന്ന്, ഫജഅൽനാഹു, അപ്പോൾ നാം അതിനെ ആക്കും, ഹബാഅൻ മൻസൂറാ, വിതറപ്പെട്ട ചിതറിയ ധൂളിയാക്കും, വെറും പൊടിപടലമായിരിക്കും, അത് വെറും ധൂളിയായി മാറും അത് എന്നതാണ്. അപ്പോൾ ഷിർക്ക് ചെയ്തുകൊണ്ട് ഇബാദത്ത് എത്ര അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഷിർക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമാണ് എന്നതാണ്. كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا. ഇനി മറ്റൊരു ആയത്തിൽ കാണാവുന്നതാണ് എന്ത്? والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. സൂറത്തു നൂർ 39-ാമത്തെ ആയത്ത്. വല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ എന്താണ്? കസറാബിൻ ബിഖിഅത്തിൻ, മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്, മരീചിക പോലെയാണ്. ദാഹിച്ചു വലഞ്ഞവൻ അവൻ വിചാരിക്കും അതിനെ സംബന്ധിച്ച് എന്താ വിചാരിക്കുക? വെള്ളാന്ന് വിചാരിച്ചാണ് ചെല്ലും. ഹത്താ ഇദാ ജാഅഹു, അങ്ങനെ അവൻ അവിടെ എത്തുന്നത് വരെ ലം യജിദുഹു ഷൈആ, അവിടെ ആ വെള്ളാന്ന് വിചാരിച്ചങ്ങ് ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല,
ലം യജിദ്ഹു ഷൈഅ, ഒന്നുമായിട്ട് അതിനെ കാണുന്നില്ല. വവജദ അല്ലാഹ ഇൻദഹു, അതിനടുത്തവൻ അല്ലാഹുവിനെ കാണും. ഫവഫാഹു ഹിസാബ, അവന്റെ വിചാരണ അല്ലാഹു പൂർത്തിയാക്കി നൽകും. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വേഗത്തിൽ വിചാരണ ചെയ്യുന്നവൻ ആകുന്നു എന്ന്. ഇനി മറ്റൊരായത്തിൽ കാണാം, അല്ലാഹു തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. വലഖദ് ഊഹിയ ഇലൈക, നിന്നിലേക്ക് ഞാൻ വഹി നൽകപ്പെട്ടിരിക്കുന്നു, നിന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ദിവ്യ ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പേ കഴിഞ്ഞ പ്രവാചകന്മാരിലേക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? ലഇൻ അശ്റക്ത, നീ ഷിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമൽ പൊളിഞ്ഞു പോകും, ബാത്തിലായി പോകും, അത് നിഷ്പ്രഭമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയം നീ പരാജിതരിൽപ്പെട്ടു പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയെന്ന്. ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ. ബലില്ലാഹ എന്നാൽ പക്ഷേ അല്ലാഹ ഫഅബ്ദ്, അല്ലാഹുവിനെ മാത്രം ഫഅബ്ദ്, നീ ഇബാദത്ത് ചെയ്യൂ. വകും മിനശ് ശാകിരീൻ, നീ ശുക്റുള്ളവരിൽ, നന്ദിയുള്ളവരിൽ പെടണം എന്ന്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ലമാ ദക്കറൽ അംബിയാ ഫീ സൂറത്തുൽ അൻആം, ലമ്മാ ദക്കറൽ അംബിയാ ഫീ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിൽ അംബിയാക്കളെ പരാമർശിച്ചപ്പോൾ, നബിമാരെ പരാമർശിച്ച് പറഞ്ഞു, വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ ഇലാ ആഖിറിൽ അംബിയാ അല്ലദീന ദക്കറഹുമുല്ലാഹ്. അങ്ങനെ അംബിയാക്കളൊക്കെ പറഞ്ഞ ശേഷം ഖാല ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അശ്റകൂ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ ഷിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ, ചെയ്താൽ എന്താണ്? ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അതെല്ലാം ബാത്തിലായി പോകും എന്ന്, അതെല്ലാം പൊളിഞ്ഞു പോകും. ഫശ്ശിർക്കു യുഹ്ബിതുൽ അഅമാല, അപ്പോൾ ഷിർക്ക് എന്നത് സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയും. വലിഹാദാ കസീറൻ മാ യത്തിൽ അംറു ബിൽ ഇബാദത്തി മഖറൂനൻ ബിന്നഹി അനിശ് ശിർക്ക്. ഇതുകൊണ്ടാണ് ധാരാളം സ്ഥലങ്ങളിൽ ഇബാദത്ത് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നിടത്തൊക്കെ ചേർന്നുകൊണ്ട്, അതിനെ അന്വരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ത്? ഷിർക്കിനെ നിരോധിച്ചുകൊണ്ടും അതിനെ ചേർത്തുകൊണ്ട് പറഞ്ഞു. ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറയുന്നിടത്തൊക്കെ ഷിർക്കിൻ്റെ നിരോധനവും അതിനോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അവനിൽ നിങ്ങൾ ഒന്നിനെയും ഷിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത് എന്ന്. അയ്യഅബ്ദുഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ വഹാദാ ഹുവ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം. ലിഅന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തസ്തമിറു അല നഫി വൽ ഇസ്ബാത്ത് വഅൽ ഇസ്ബാത്ത്. അപ്പോൾ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതിലൊരു നഫി, നെഗേഷൻ ഉണ്ട്, ഇല്ല എന്ന നെഗേഷൻ ഉണ്ട്. അതേപോലെ അതൊരു ഇസ്ബാത്തും ഉണ്ട്, അതിൽ സ്ഥിരപ്പെടുത്തലുണ്ട്, ഒരു അഫർമേഷൻ, ഒരു കൺഫർമേഷൻ ഉണ്ട്. എന്താണ്? അന്നഫിയു നഫി ഷിർക്ക്, ഷിർക്കിനെ നിഷേധിക്കലാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ. അപ്പോൾ വൽ ഇസ്ബാത്ത്, ഇസ്ബാത്തു തൗഹീദ്, തൗഹീദിനെ സ്ഥിരപ്പെടുത്തലാണ് ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അപ്പോൾ അള്ളാഹു ഒരേ ഒരു ഇലാഹു മാത്രം ഉണ്ട് എന്ന്, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നത് നഫിയാണ്. ഉണ്ട്, അവൻ മാത്രമാണ് ഇലാഹ് എന്നത് അത് തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്ന ഇസ്ബാത്തും ആണ്. അയ്യഅ്ബുദൂഹു, അവനെ ഇബാദത്ത് ചെയ്യാൻ. വൽ ഇബാദത്തു അയ്ളൻ കമാ അന്നഹാ ലാ തകൂനു ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്. അപ്പോൾ ഇബാദത്ത് വല തൗഹീദ് ഇല്ലാതെ ഇബാദത്ത് ആവില്ല. ഏകദൈവ വിശ്വാസമില്ലാതെ, തൗഹീദ് ഉൾക്കൊള്ളാതെ ഒരു കാര്യം ഇബാദത്ത് ആവില്ല. കദാലിക ലാ തകൂനു ഇബാദതൻ ഇല്ലാ ഇദാ കാനത് മുവാഫഖതൻ ലിമാ ശറഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബാദത്ത് അതുപോലെ ഇബാദത്ത് ആവില്ല എങ്ങനെ? അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅക്കിയതിനോട് യോജിച്ചുകൊണ്ടല്ലാതെ ഇബാദത്ത് ആവില്ല. ഫൽ ഇബാദത്തു വസായിറുൽ അഅമാലി ലാ തസ്വിഹു ഇല്ലാ ബിശർത്തൈൻ. അപ്പോൾ ഇബാദത്തും മറ്റു കർമ്മങ്ങളുമൊക്കെ അത്
രണ്ട് നിബന്ധനകൾ കൊണ്ടല്ലാതെ സ്വഹീഹാവുകയില്ല. ഇബാദത്തും അമലുകൾ സൽക്കർമ്മങ്ങളൊക്കെ രണ്ട് ഷർത്തുകൾ വെച്ചേ ശരിയാവും. ഒന്നാമത്തെ ഷർത്ത് അഷർത്തുൽ അവൽ, ഒന്നാമത്തെ ഷർത്ത് എന്താ നിബന്ധന? അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനോടുള്ള ഇഖ്ലാസ്, ഷിർക്കില്ലാത്ത ഇബാദത്തായിരിക്കണം. ഇഖ്ലാസ് അവനെ തനിച്ച് ഉള്ള ഇബാദത്തായിരിക്കണം, അവനെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടുള്ള ഇബാദത്തായിരിക്കണം. അഷർത്തു സ്ഥാനി, രണ്ടാമത്തെ നിബന്ധന അൽ മുതാബഅതു ലിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ടുള്ള ഇബാദത്ത് ആയിരിക്കണം. فلو أن الإنسان جاء بعبادات محدثة ليس فيها شرك أبدا كلها خالصة لله ولكنها ليست من شريعة النبي صلى الله عليه وسلم فهي بدع مردودة لا تقبل. فلو أن الإنسان جاء بعبادات محدثة അപ്പോൾ പുതിയ ചില ഇബാദത്തുകൾ ഒരു മനുഷ്യൻ കൊണ്ടുവന്നു. ലൈസ ഫിഹാ ഷിർക്കുൻ, അത് ഷിർക്കൊന്നുമില്ല. സംഗതി ഇബാദത്തുകൾ നല്ല അടിപൊളി ഇബാദത്താണ്, പക്ഷെ എന്താ അത് മുഹ്ദസത്താ, പുതിയ കാര്യം, ഷിർക്കൊന്നുമില്ല. തൗഹീദിന് വിരുദ്ധമായ സംഗതിയൊന്നുമില്ല. കുല്ലുഹ ഖാലിസത്തുൻ ലില്ലാഹ്, എല്ലാം അതൊക്കെ അയാൾ ചെയ്തതൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, എല്ലാം ഖാലിസത്തായിക്കൊണ്ടാണ്, അള്ളാഹുവിന് തനിച്ചായിട്ട്. വലാകിന്നഹ, പക്ഷേ അത് ലൈസത്ത് മിൻ ശരീഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിലില്ലാത്ത ഇബാദത്താണ്. അങ്ങനെയാണെങ്കിൽ ഫഹിയ ബിദ്അഉൻ മർദൂദത്തുൻ, അത് തള്ളപ്പെട്ട ബിദ്അത്തുകളാണ്. ലാ തുഖ്ബലു, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ആരൊരുത്തൻ ഒരു കർമ്മം ചെയ്തു, ലൈസ അലൈഹി അംറുനാ, അതിന്മേൽ നമ്മുടെ കൽപ്പനയില്ല, ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഫഹുവ റദ്ദുൻ, അത് റദ്ദാണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. ഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ, മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ദീനുൽ ഇസ്ലാമിൽ അതിൽ പുതുതായിട്ട് അതില്ലാത്ത വല്ലതും ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഫൽ ഇബാദത്തു ലാ തകൂനു ഇബാദത്തൻ ഇല്ലാ ബിശർത്തൈൻ, അപ്പോൾ ഇബാദത്ത് ഇബാദത്താകില്ല രണ്ട് നിബന്ധന വെക്കാതെ. അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ വൽ മുതാബഅതു ലിറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അസ്സ വജലിനോടുള്ള ഇഖ്ലാസും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ ചെയ്യാനതും ആണ്. വഹാദാ ഹുവ മഅന ഷഹാദത്തൈൻ, ഇതാണ് ഷഹാദത്തിൻ്റെ രണ്ട് ഷഹാദത്തിൻ്റെ ആശയം. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന സത്യസാക്ഷ്യം. ഫമഅനഹ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം എന്താണ്? അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന് മാത്രം തനിച്ചാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ഒരാളും ഒരു ശക്തിയും ഇബാദത്തിന് അർഹനായി ഇല്ല എന്ന്. വശഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, പിന്നെ മറ്റൊരു ഷഹാദത്ത് എന്താണ്? സാക്ഷ്യം, രണ്ടാമത്തെ സാക്ഷ്യം മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന്. വമാന, അതിൻ്റെ ആശയം എന്താണ്? അൽ മുതാബഅതു ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നിന്നുള്ള വഹ്യ് സന്ദേശം റിസാലത്ത് എത്തിക്കുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അമലുകൾ ആ നബി പറഞ്ഞ പോലെ, നബി കാണിച്ചു തന്ന പോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് ആയിരിക്കണം എന്നതാണ്. അപ്പോൾ മനുഷ്യന് തോന്നുന്ന ചില നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അത് അതിൽ കൂട്ടിക്കടത്തിയാൽ അതെന്താവില്ല, ഇബാദത്ത് ശരിയാവില്ല. ഔ ഇസ്തിദ്റാകാത്തിൽ ഉഖൂൽ, അല്ലെങ്കിൽ ബുദ്ധിക്ക് കിട്ടുന്ന ചില സംഗതികൾ, ബുദ്ധിക്ക് യോജിച്ച വൈരുദാലിക്ക് അല്ലെങ്കിൽ മറ്റുള്ളത്. മഹ്മാ ഹസുനത്ത് നിയ്യത്തുൽ ഫാഇലി മാദാമാനഹു ബിദ്അ, അപ്പോൾ ഈ പ്രവർത്തിക്കുന്നവൻ്റെ നിയ്യത്ത് അത്ര നന്നായിട്ടും കാര്യമില്ല, അത് ബിദ്അത്തായിരിക്കുന്നിടത്തോളം കാലം അത് കൊണ്ടൊരു ഗുണമല്ല. ഫലോ അന്ന ഇൻസാനൻ മസൽ, ഉദാഹരണത്തിന് ഒരാൾ കാല, അയാൾ പറഞ്ഞു അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, അന ഉരീദു സിയാത്ത് ഖൈർ, ഞാൻ കൂടുതൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഉസല്ലി ഫരീദത്തൻ സാദിസ, ഞാൻ 6ാമത്തെ ഒരു നിസ്കാരം, 6ാമത്തെ വക്ത് നിസ്കരിക്കുക. സിയാദത്തു ഖൈർ, നന്മയാണല്ലോ, അത് വർദ്ധിപ്പിക്കാം. നഖൂലു, എങ്കിൽ നാം പറയുന്നു, ലാ, പറ്റില്ല, ഹദാ ബാത്തുൽ, ഇത് ചെയ്യുമ്പോൾ ബാത്തിലാണ്. കാരണം 5 നേരത്തെ നിസ്കാരമുള്ളൂ, 6ാമതൊരു വക്ത് മൂപ്പര് വക ഫർദ് നിസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ല. സുന്നത്ത് അദ്ദേഹത്തിന് എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം. ലിഅന്ന ഹാദാ ഷൈഉൻ ലം യശ്റഅഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹു വലാ റസൂലു, അല്ലാഹുവോ റസൂലോ, ലം യശ്റഅഹു അല്ലാഹു വലാ റസൂൽ, അല്ലാഹുവോ റസൂലോ ശറഅക്കാത്ത കാര്യമാണ് ഇത്, അതാണ് കാര്യം. വഇൻ കാന ഖസ്ദുക ഹസന, നിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും, ഫഹുവ അമലുൻ മർദൂദുൻ വബാതിലുൻ, അത്
തള്ളപ്പെട്ട ബാത്തിലായ പ്രവൃത്തിയാണ്, കർമ്മമാണ്. വലിഹാദ ലമ്മാ ജാഅ സലാസത്തു നഫരിൻ മിന സ്വഹാബത്തി ഇലാ ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കളിൽ നിന്നുള്ള ഒരു 3 അംഗ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലെത്തിയപ്പോൾ യസ്അലൂന അൻ ഇബാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ സംബന്ധിച്ച് അവർക്ക് ചോദിച്ചറിയാൻ, മിൻ അജ്ലി അൻ യഖ്തദൂ ബിഹി, അത് അവർക്ക് തുടരാനോ എന്നുള്ള നിലക്കാണ് അവർ വന്നത്. ഫദക്കറ അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹഉലാഇ റഹ്തി ഇബാദത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അവർക്ക് റിപ്പോർട്ട് ചെയ്തു. ഫകഅന്നഹും തഖാല്ലുഹ, അപ്പോൾ അവർക്ക് കുറച്ചായിട്ട് തോന്നി, നബിയുടെ ഇബാദത്ത് കുറവായിട്ട് തോന്നി. വലാകിൻ, പക്ഷേ അവരെന്ത് ചെയ്തു, യഅ്തദറു ബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഫൂറുൻ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ കഴിഞ്ഞതും പിന്നീടുള്ളതും ആ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിയല്ലേ, അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു റസൂൽ കുറച്ച് ഇബാദത്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വിശ്വാസണ്ട, നമുക്ക് കൂടുതൽ ചെയ്യാം എന്ന നിലപാടിൽ അവരെത്തി. ഖാലു, അവർ പറഞ്ഞു, ഐന നഹ്നു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എവിടെയാണ്? ഫഖദ് ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻ കഴിഞ്ഞ പാപങ്ങളും പിന്നീടുള്ളതും എല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന്. ഫഖാല അഹദുഹും, അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു, അന ഉസല്ലി വല അനാമു, ഞാൻ നിസ്കരിക്കും, ഞാൻ ഉറങ്ങൂല. അള്ളാഹുവിൻ്റെ റസൂൽ പാപങ്ങൾ കുറേ ചെയ്തു എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി പ്രവാചകൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചില്ലറ വ്യതിചലനങ്ങൾ, എന്തെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിക്കുന്നത് പോലും അത് ഗൗരവമുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് എന്ത് ഇസ്തിഗ്ഫാറൊക്കെ വർദ്ധിപ്പിച്ചിരുന്നത് എന്നത് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ നബിമാർ മഅസൂമികളാണ്, പാപസുരക്ഷിതരാണ് എന്താണല്ലോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അങ്ങനെ അവരിൽ ഒരാൾ എന്ത് പറഞ്ഞു, അന ഉസല്ലി വലാ ഉനാമു, ഞാൻ ഉറങ്ങൂല, ഞാൻ നിസ്കരിക്കും. അന ഉസല്ലി. മറ്റൊരാൾ പറഞ്ഞു, അന ലാ തസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യില്ല. യാനി യുരീദു തബത്തുര, അദ്ദേഹം ബ്രഹ്മചര്യം, സെലിബസ് ആണ് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ ആൾ പറഞ്ഞു, അന അസൂം വലാ അഫ്തിറു, ഞാൻ നോമ്പ് നോൽക്കും, ഞാൻ മുറിക്കേയല്ല, നോമ്പ് അങ്ങനെ നോറ്റുകൊണ്ടേയിരിക്കും. അഫീരിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ വലാ ആകുലു അല്ലഹമ, ഞാൻ ഇറച്ചി ഭക്ഷിക്കൂല എന്ന്. അപ്പോൾ ഒരാൾ എന്നും നോമ്പ് വെക്കാണ്, ഒരാൾ ഇറച്ചി ഭക്ഷിക്കൂല എന്ന് ഒരു റിപ്പോർട്ടിൽ. ഫലമ്മാ ബലഗദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിവരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തിയപ്പോൾ ഗളബൻ ശദീദ, ശക്തമായിട്ട് നബി ദേഷ്യപ്പെട്ടു. ഖാല, എന്നിട്ട് പറഞ്ഞു നബി, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അമാ വല്ലാഹി ഇന്നി ലഅഅലമുകും ബില്ലാഹി വഅതഖാകും ലഹു വഅഖ്ശാകും ലഹു, ഞാൻ അല്ലാഹുവാണ് സത്യം, നിങ്ങളിൽ ഏറ്റവും അറിവുള്ളവനും അല്ലാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവനും കൂടുതൽ തഖ്വയുള്ളവനും അവരിൽ കൂടുതൽ ഖുശൂ ഭയഭക്തിയുള്ളവനും ഒക്കെയാണ്. വഇന്നി ഉസല്ലി വഅനാം, ഞാൻ എന്ത് ചെയ്യുന്നു, നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കല്ല, രാത്രി ഞാൻ ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. വഅസൂമു വഅഫ്തിറു, ഞാൻ ചില ദിവസങ്ങൾ നോമ്പ് നോൽക്കും, ചിലപ്പോൾ നോമ്പ് ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. വഅതസവ്വജു നിസാഅ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നുണ്ട്. വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അപ്പോൾ ആരുടെ തന്നെ എൻ്റെ ചര്യയിൽ നിന്ന് വിട്ടകന്നു നിൽക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. വഹകദാ ഫൽഇബാദതു ലാ ബുദ്ദ അൻ തകുന മുതാബഖത്തുൻ ലിമാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇബാദത്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ചര്യയ്ക്ക് യോജിച്ച രൂപത്തിലായിരിക്കണം. ലൈസ ഫിഹാ ബിദ്അത്തുൻ, അതിൽ ബിദ്അത്തുകൾ ഉണ്ടാവരുത്. വലാ ഖുറാഫാത്ത് ഉണ്ടാവരുത്. വലാ മുഹ്ദസാത്ത്, പുതിയ സംഗതികൾ കൂട്ടിച്ചേർക്കരുത്. വലാ ഇസ്തിഹ്സാനാത്തുൻ ലിൽഉഖൂൽ, വലാ ഇസ്തിഹ്സാനാത്തുൻ ലിൽഉഖൂൽ, ബുദ്ധിക്ക് യോജിച്ചെന്നുള്ള ചില നല്ല കാര്യങ്ങൾ അത് കൊണ്ടുവരാൻ പറ്റില്ല. ഔ ഇഖ്തിദാഉൻ ബിഫുലാനിൻ ഔ അലാൻ, ഇന്നാലിന്ന ആൾക്കാരെ ഇന്നാലിന്ന ഷെയ്ഖ് ഉണ്ടെന്നാണ്, ഷെയ്ഖ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ്ട് അത് തുടരാൻ പറ്റില്ല. മാദാമ അന്ന ഹാദൽ മുഖ്തദാ ബിഹി ലൈസ മുത്ബഅൻ ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ തുടരപ്പെട്ട കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരപ്പെട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലാത്തടത്തോളം അത് പറ്റില്ല. ഫലൈസ ബിഖുദ്വ, അപ്പോൾ റസൂലുള്ളാഹിയെ പിന്തുടർന്ന് ഉള്ള ഇബാദത്ത് അല്ലെങ്കിൽ അത് മാതൃകയല്ല. ഹാദിഹി ഹിയൽ ഇബാദ, ഇതാണ് ഇബാദത്ത്. വലിഹാദാ യഖൂലുൽ അല്ലാമത്തുൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഫി നൂനിയ, നൂനിയ എന്ന കവിതയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, കാരണത്താൽ ഹഖുൽ ഇലാഹി ഇബാദത്തും ബിൽ അംരി ലാ
بهوى النفوس فذاك للشيطان. ഹഖുൽ ഇലാഹി, അള്ളാഹുവിനുള്ള അവകാശമെന്ത്? ഇബാദത്തുൻ, ഇബാദത്താണ്. ബിൽ അംരി, കൽപ്പന പ്രകാരം, അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം, അള്ളാഹു റസൂൽ കാണിച്ചത് പ്രകാരം. ലാ ബി ഹവൻ നുഫൂസി, നഫ്സുകളുടെ ഹവ, ദേഹേച്ഛകൾ ഓരോരുത്തർക്ക് തോന്നുന്നതനുസരിച്ച് അല്ല. ഫദാക്കരി ഷൈത്താനി, അങ്ങനെ ഓരോരുത്തർക്ക് തോന്നുന്നതനുസരിച്ച് ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചിട്ടല്ലാതെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതല്ലാതെ ഇബാദത്ത് ചെയ്യുകയാണ് ഒരാൾ, അദ്ദേഹത്തിൻ്റെ ദേഹേച്ഛ അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ അത് ഷൈത്താനുള്ള ഇബാദത്താണ് എന്നാണ്. ഹഖുൽ ഇലാഹി ഇബാദത്തും ബിൽ അംരി. അപ്പോൾ ഇലാഹിനുള്ള ഹഖ് എന്നത് കൽപ്പന പ്രകാരമുള്ള ഇബാദത്താണ്. കൽപ്പന എന്ന് പറഞ്ഞാൽ ബിശ്ശറ, ഷറ അനുസരിച്ച്. ഫൽ അംറു അൽ മുറാദ് ബിഹി അശ്ശറ, അംറു എന്ന് പറഞ്ഞാൽ ഷറാണ്. ഫലാ തഹ്ദുസ് ഷൈഅൻ മിൻ ഇൻദിക, അപ്പോൾ നിന്റെ പക്കൽ നിന്ന് നീ ഒന്നും പുതുതായിട്ട് കൂട്ടിയുണ്ടാക്കണ്ട. നീ ലാ ബി ഹവൻ നുഫൂസി ഫദാക ഷൈത്താൻ, നഫ്സുകളുടെ ദേഹേച്ഛകൾ പ്രകാരം അങ്ങനെ ചെയ്താൽ അത് ഷൈത്താനുള്ള ഇബാദത്ത്. ഫല്ലദീ യഅ്ബുദുല്ലാഹ ബിഇസ്തിഹ്സാനി അഖ്ലിഹി വശഹവതി നഫ്സിഹി ബിശൈഇൻ ലം യശറഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ആബിദൻ ലില്ലാഹ്. അപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅക്കാത്ത ഒരു കാര്യം, അവൻ്റെ നഫ്സിൻ്റെ ഷഹ്വത്ത് വികാരത്തിനനുസരിച്ച്, അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ ഇബാദത്ത് ചെയ്താൽ അത് എന്തല്ല, അവൻ അങ്ങനെയുള്ള ആബിദ് അള്ളാഹുവിനുള്ള ആബിദല്ല, അത് അള്ളാഹുവിനുള്ള ഇബാദത്തുമല്ല. വഇന്നമാ ഹുവ ആബിദുൻ ലിശ്ശൈത്താൻ, നിശ്ചയം അത്തരമാള് അവൻ ഷൈത്താൻ്റെ പൂജകനാണ്, ഷൈത്താൻ്റെ ആബിദാണ്, ഷൈത്താനെ ഇബാദത്ത് ആരാധന ചെയ്യുന്നവനാണ്. ലിഅന്നഹു ഹുവല്ലദീ അമറഹു ബിദാലിക്, കാരണം അവനോട് ഈ പുതിയ കാര്യം ചെയ്യാൻ പറഞ്ഞത്, ദീനില്ലാത്തത് കടത്തിക്കൂട്ടാൻ പറഞ്ഞത്, കടത്തിക്കൂട്ടി ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് ആരാണ്? ഷൈത്താനാണ്. ഫശൈത്താനു യഅ്മുറു ബിൽ ബിദ്അ വൽ ഖുറാഫാത്ത്, അപ്പോൾ ബിദ്അത്തുകളും ഖുറാഫത്തുകളും കൽപ്പിക്കുന്നത് ഷൈത്താനാണ്. വഖാല ഫീ മൗദിഇൻ ആഖർ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വഇബാദത്തു റഹ്മാനി ഗായതു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി വഅലൈഹിമാ ഫലകൽ ഇബാദത്തു ദായിറുൻ മദാറ ഹത്താ ഖാമത്തിൽ ഖുതുബാനി ومداره بالأمر أمر رسوله لا بالهوى والنفس والشيطان وعبادة الرحمن غاية حبه. റഹ്മാനുള്ള ഇബാദത്ത് എന്നത് അവനുള്ള ഹബ്ബിൻ്റെ പാരമ്യമാണ്. മഅദുല്ലി ആബിദിഹി, ഇബാദത്ത് ചെയ്യുന്നവൻ്റെ താഴ്മയോടൊപ്പം ഹുമാ ഖുതുബാനി, അത് രണ്ടുമാണ് രണ്ട് ഖുതുബ്. വഅലൈഹിമാ ഫലകൽ ഇബാദത്തു ദായിറുൻ, ഇബാദത്ത് അതിന്മേലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇബാദത്തിൻ്റെ മദാർ എന്ന് പറയുന്നത് അത് എന്താണ്? ഷറ, അംറാണ്, ഷറാണ്. അമറ റസൂലുഹു മദാറുഹു ബിൽ അംരി അംരി റസൂലിഹി എന്നായിരിക്കാം, അല്ലെങ്കിൽ അമറ റസൂലുഹു എന്നായിരിക്കാം. റസൂൽ കൽപ്പിച്ചത് അല്ലെങ്കിൽ റസൂലിൻ്റെ കൽപ്പന. ലാ ബിൽ ഹവ വന്നഫ്സി വശൈത്താനി, അത് ഹവയല്ല, നഫ്സിൻ്റെ ഹവയല്ല, അതേപോലെ ഷൈത്താൻ്റെ കൽപ്പന, ഇതൊന്നുമല്ല. ഹാക്കദാ തകൂനുൽ ഇബാദത്തു, അപ്രകാരമാണ് ഇബാദത്ത്. പ്രകാരം ലാബുദ്ദ അൻ തകൂനുൽ ഇബാദത്തു ഖാലിസൻ ലിവജ്ഹില്ലാഹി അസ്സ വജൽ, അപ്പോൾ അല്ലാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം ഇബാദത്ത്. ലൈസ ഫിഹാ ശിർക്കുൻ, അതിൽ ഷിർക്ക് വരരുത്. വഅൻ തകൂന ഐളൻ, അപ്രകാരം തന്നെ അത് എങ്ങനെ കൂടിയാവണം? അലാ വിഫ്ഖി മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് വിഫ്ഖായിട്ട്, മുവാഫഖത്തായിട്ട് യോജിച്ചുകൊണ്ട് ആയിരിക്കണം. തമാമൻ, സമ്പൂർണ്ണമായിട്ടും. ലൈസ ഫിഹാ ബിദ്അ, ബിദ്അത്ത് ഒന്നുമില്ലാതെ. ജസാക്കല്ലാഹു ഖൈറൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.